ചിക്ക റെഡി ആയി പോവാ. ഹായ് ഓൾ, എക്സിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മുടെ നോമ്പൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. പോവാ. ഹാജിനോട് ഇന്ന് അറിയാതെ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെന്ന് കുറച്ച് നേരത്തെ പറഞ്ഞുപോയി. അപ്പോൾ ആൾ ഇന്നത്തെ ഉച്ചവർക്കൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് വരാമെന്ന് ചോദിച്ചു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവനവിടെ കളിക്കാനും പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. റമദാൻ മാസം സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു വൈബ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ക്ലീനിങ്ങും എല്ലാം ആയിട്ട് മൊത്തത്തിലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ക്ലീനിങ്ങും എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മുളക്, മല്ലി അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് കഴുകി നന്നായിട്ട് ഉണക്കി പൊടിപ്പിക്കാനൊക്കെ ഉണ്ട്. അതൊരു വലിയ ഒരു സംഭവമാണ് അല്ലേ. നോമ്പ് കാലമാകുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ചെയ്യുന്ന ഒക്കെ ഓർമ്മയാവും ഈ സമയത്ത്. അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ഉണ്ട് മെയിനായിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് നെസ്റ്റോലാണ് കേട്ടോ. ഹൈലൈറ്റിലല്ല ഇപ്രാവശ്യം പോകുന്നത്. നമ്മുടെ ഗോകുലം മോൾ ഉണ്ടല്ലോ, കാലിക്കറ്റ് ഗോകുലം ഗാലറിയിലുള്ള നെസ്റ്റോലാണ് ഇത്തവണത്തെ ഷോപ്പിംഗ് നമ്മുടെ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് പോവാണ്. നോമ്പിന്റെ സമയമായതുകൊണ്ട് നെസ്റ്റോലൊക്കെ നല്ല തിരക്കായിരിക്കും. അറിയില്ല, നോക്കട്ടെ. വീക്കെൻഡ് ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു വീക്ക് ഡേ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇഷ്ടമാണ് അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ കളിക്കാനോ. ഇപ്പോൾ വേഗം വന്നിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ആസിനെ ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ മിഠായും കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ അവന് നല്ല രസം. നമ്മളെ കൂടെ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഓരോ അഭിപ്രായം പറയാനൊക്കെ ആയിട്ട്. വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഇതാ മുളക്, മല്ലി ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതുപോലുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് അവിടുന്ന്. ഈ മന്തി മസാല വാങ്ങിക്കണം കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ ലിസ്റ്റിലില്ലായിരുന്നു. പിന്നെ കണ്ടപ്പോഴാണ് ഓർമ്മ ആയത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഓരോന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ബാത്റൂം ഫ്രഷ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പിന് പിന്നെ റൂഹബ്സ മസ്റ്റാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട്. ഹാജി അവിടെ പാസ്ത കണ്ടപ്പോൾ പാസ്ത ഉണ്ടാക്കി തരുന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതാ ഞാൻ ഫിനൈലുണ്ടല്ലോ അതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്ന് കണ്ടപ്പോൾ. നല്ല രസമാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും ഉണ്ട് ഈ ഫിഷിൻ്റെ ഇത്, ഫൈറ്റർ ഫിഷ്. അപ്പോൾ കണ്ടപ്പോൾ വെറുതെ എടുത്തതാണ്, വാങ്ങിച്ചിട്ടില്ല.
ഞാൻ പറഞ്ഞിട്ടില്ലേ മോന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്ന്. എന്നാലും നല്ലോണം ഇരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. തീരെ ഒരു കരച്ചിലും അങ്ങനത്തെ കളി കളിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഉറങ്ങാത്തത് കൊണ്ട് ഇനിയിപ്പം നല്ല പ്രശ്നമായിരിക്കും എന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇജുക്ക അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ പോകണ്ടായിരുന്നു. ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ. ഇവിടെ ഇത് സാലഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അവരിങ്ങനെ അവിടെയൊക്കെ കറങ്ങാണ്. ഫിഷൊക്കെ വലിയ ഫിഷ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ അവന് ഇഷ്ടമായിരിക്കും ഒന്നായിട്ട് കാണുമ്പോൾ. ഞങ്ങൾ ചിക്കനും ഫിഷും ഒക്കെ നോമ്പിൻ്റെ തലേന്നാവുമ്പോൾ അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് കുറേ ടൈം അവന് അവിടെ അങ്ങനെ ഇരുന്ന് തീരെ ബോറടിച്ചിട്ടില്ല കേട്ടോ ആസിക്ക്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി. പിന്നെ അത് ആസിൻ്റെ ഫേവറേറ്റ് ലിച്ചി കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം അതും കൊണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ഇവർ രണ്ടാളും ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുമ്പോൾ ഓർമ്മ വന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി ട്രോളിയിൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ആസി കുറേ ദിവസമായിട്ട് വാങ്ങിക്കണം എന്ന് പറയുന്നതാണ് ചീസ് സ്പ്രെഡ്. ഇവിടെ ഉള്ളത് ഫിനിഷായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് ഇങ്ങനെ പറയലായിരുന്നു. അപ്പോൾ ഇതാ അവനിഷ്ടമുള്ള ചീസ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. ചീസ്, പനീർ, ബട്ടർ എല്ലാം അവനിഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഡേറ്റ്സ്, അതും ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടിയ പച്ചക്കറികൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഞാൻ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഒരാൾ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള സന്തോഷമാണ് കാണുന്നത്. പിന്നെ ഇജുക്ക ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഇജുക്ക എടുത്ത് വെക്കുന്നുണ്ട്. സ്ട്രോബെറി ആസിക്ക് ഇഷ്ടമാണ്. സ്ട്രോബെറി ഇപ്പം ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചതാണ്. നമ്മൾ നോമ്പുള്ള സമയമാണെങ്കിലും അവന് പകലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ സ്നാക്ക് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് വാങ്ങിക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അവൻ്റെത് മാറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പേജൊക്കെ അതാ ബില്ലാക്കുകയാണ്. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലായിട്ടും പോവാണ്. ആസിയാണ് വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ഓടിയതാണ്. അത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കാറിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാജിയൊക്കെ നല്ല ടയേർഡായിട്ടുണ്ട്. നമ്മളിതാ ഇറങ്ങാണ്.
അപ്പോൾ രാത്രി ആയിട്ടുണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ ഹാജി വേഗം കഴിച്ചിട്ട് കിടന്നു, അവന് നല്ല ഉറക്കമുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ നല്ല സ്നാക്സിൻ്റെയും ഒക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.